പ്രിയമുള്ളവരെ, എല്ലാവർക്കും നമസ്കാരം. NCCയുമായി ബന്ധപ്പെട്ട മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. SSLC 2024 NCC കേഡറ്റ്സിന് ലഭിക്കേണ്ട ഗ്രേസ് മാർക്കുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ നൽകുക. SSLC 2024 ഗ്രേസ് മാർക്ക് NCC. ഇതിൽ 40 മാർക്ക് ലഭിക്കേണ്ട കേഡറ്റ്സ് ആരൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. എനി വൺ ഓഫ് ദ ഫോളോയിങ്. താഴെ കൊടുത്തിട്ടുള്ളവയിൽ ഏതെങ്കിലും സെൻട്രലി ഓർഗനൈസ്ഡ് ക്യാമ്പിൽ പങ്കെടുത്തിട്ടുള്ള കേഡറ്റ്സിനാണ് 40 മാർക്ക് ലഭിക്കുക. ഫസ്റ്റ് വൺ RDC റിപ്പബ്ലിക് ഡേ ക്യാമ്പ്, സെക്കൻഡ് വൺ TSC താൽ സൈനിക് ക്യാമ്പ്, തേർഡ് വൺ ഓൾ ഇന്ത്യ NSC, ഫോർത്ത് വൺ ഓൾ ഇന്ത്യ VSC, ഫിഫ്ത്ത് വൺ സ്പെഷ്യൽ NIC, സിക്സ്ത് വൺ YEP യൂത്ത് എക്സ്ചേഞ്ച് പ്രോഗ്രാം. ഈ 6 സെൻട്രലി ഓർഗനൈസ്ഡ് ക്യാമ്പുകളിൽ പങ്കെടുത്തിട്ടുള്ള കേഡറ്റ്സിന് SSLCയിൽ 40 മാർക്കിനുള്ള അവകാശമുണ്ട്. അതിനായി ANO സബ്മിറ്റ് ചെയ്യേണ്ട ഡോക്യുമെൻറ്റ്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഡോക്യുമെൻറ്റ്സ് ടു ബി സബ്മിറ്റഡ് ബൈ ദി ANO ടു ദ ബറ്റാലിയൻ. ബറ്റാലിയനിലേക്ക് ANO സമർപ്പിക്കേണ്ട ഡോക്യുമെൻറ്റ്സ്. ഫസ്റ്റ് വൺ ഇൻഡിവിജ്വൽസ് റിപ്പോർട്ട് ഓഫ് ഗ്രേസ് മാർക്ക് എൻട്രി ഫ്രം iExam. iExam പോർട്ടലിൽ എൻ്റർ ചെയ്തതിന് ശേഷം ലഭിക്കുന്ന ഇൻഡിവിജ്വൽസ് റിപ്പോർട്ട് ഓഫ് ഗ്രേസ് മാർക്ക് എൻട്രി വേണം. നോമിനൽ റോൾ കം അറ്റൻഡൻസ് സർട്ടിഫിക്കറ്റ്. കേഡറ്റിൻ്റെ നോമിനൽ റോൾ കം അറ്റൻഡൻസ് സർട്ടിഫിക്കറ്റ് വേണം. അതിൻ്റെ ഫോർമാറ്റ് കാണിച്ചു തരാം. കോപ്പി ഓഫ് ഹാൾ ടിക്കറ്റ് അറ്റസ്റ്റഡ് ബൈ HM അറ്റസ്റ്റ് ചെയ്ത ഹാൾ ടിക്കറ്റിൻ്റെ കോപ്പി വയ്ക്കണം. അതുപോലെ തന്നെ കോപ്പി ഓഫ് ക്യാമ്പ് അറ്റസ്റ്റഡ് ബൈ HM അറ്റസ്റ്റ് ചെയ്ത ക്യാമ്പ് സർട്ടിഫിക്കറ്റിൻ്റെ കോപ്പിയും ആവശ്യമാണ്. ഇനി നമ്മൾ രണ്ടാമത് പറഞ്ഞ നോമിനൽ റോൾ കം അറ്റൻഡൻസ് സർട്ടിഫിക്കറ്റിൻ്റെ ഫോർമാറ്റ് നമുക്ക് നോക്കാം. ഇതാണ് അതിൻ്റെ ഫോർമാറ്റ്. സീരിയൽ നമ്പർ, SSLC രജിസ്ട്രേഷൻ നമ്പർ, കേഡറ്റിൻ്റെ SSLC രജിസ്ട്രേഷൻ നമ്പർ വേണം. NCC റെജിമെൻ്റൽ നമ്പർ, കേഡറ്റിൻ്റെ NCC നമ്പർ ഉൾപ്പെടുത്തണം. റാങ്ക്, നെയിം, അറ്റൻഡൻസ്, എത്ര ശതമാനമാണോ അറ്റൻഡൻസ് അത് രേഖപ്പെടുത്തണം. ഡീറ്റെയിൽസ് ഓഫ് ക്യാമ്പ്, കേഡറ്റിൻ്റെ ക്യാമ്പിൻ്റെ ഡീറ്റെയിൽസ് ഉൾപ്പെടുത്തണം. സ്കൂൾ ആൻഡ് സ്കൂൾ കോഡ്, സ്കൂളിൻ്റെ പേര് അതുപോലെ തന്നെ സ്കൂൾ കോഡും ഇവിടെ രേഖപ്പെടുത്തണം. DO, ഏത് DOയുടെ അണ്ടറിലാണോ സ്കൂൾ അതും രേഖപ്പെടുത്തേണ്ടതാണ്. അടുത്തതായി 30 മാർക്സ്, 30 മാർക്കിന് അവകാശമുള്ള കേഡറ്റ്സ്. 30 മാർക്ക് ലഭിക്കേണ്ട കേഡറ്റ്സ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. എനി വൺ ഓഫ് ദ ഫോളോയിങ്. താഴെ കൊടുത്തിട്ടുള്ള ഏതെങ്കിലും നാഷണൽ ക്യാമ്പിൽ പങ്കെടുത്തിട്ടുള്ള കേഡറ്റ്സിന് 30 മാർക്ക് ലഭിക്കാൻ അർഹതയുണ്ട്. ഫസ്റ്റ് വൺ NIC ക്യാമ്പ്, സെക്കൻഡ് വൺ EBSB, തേർഡ് വൺ റോക്ക് ക്ലൈംബിംഗ് ട്രെയിനിങ് ക്യാമ്പ്, fourth one ALC, fifth one BLC, sixth one trekking camp, seventh one pre-RDC, eighth one attachment camp, ninth one pre-TSC, 10th one pre-NSC, 11th one IGC, 12th one basic para-course, 13th centrally organized camps. ഈ 1 മുതൽ 13 വരെയുള്ള സെൻട്രലി ഓർഗനൈസ്ഡ് നാഷണൽ ക്യാമ്പുകളിൽ പങ്കെടുത്തിട്ടുള്ള കേഡറ്റ്സിന് 30 മാർക്കിനുള്ള അർഹതയുണ്ടായിരിക്കും. അതിന് സമർപ്പിക്കേണ്ട ഡോക്യുമെൻറ്റ്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഡോക്യുമെൻറ്റ്സ് ടു ബി സബ്മിറ്റഡ് ബൈ ദി ANOs ടു ദ ബറ്റാലിയൻ, ഇൻഡിവിജ്വൽസ് റിപ്പോർട്ട് ഓഫ് ഗ്രേസ് മാർക്ക് എൻട്രി ഫ്രം iExamൽ നിന്ന് ലഭിക്കുന്ന ഇൻഡിവിജ്വൽസ് റിപ്പോർട്ട് ഓഫ് ഗ്രേസ് മാർക്ക് എൻട്രി, നോമിനൽ റോൾ കം അറ്റൻഡൻസ് സർട്ടിഫിക്കറ്റ്, കോപ്പി ഓഫ് ഹാൾ ടിക്കറ്റ് അറ്റസ്റ്റഡ് ബൈ HM, കോപ്പി ഓഫ് ക്യാമ്പ് അറ്റസ്റ്റഡ് ബൈ HM. 40% മാർക്കിൽ വേണ്ട അതേ ഡോക്യുമെൻറ്റ്സ് തന്നെയാണ് ഇവിടെയും നൽകേണ്ടത്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നോമിനൽ റോൾ കം അറ്റൻഡൻസ് സർട്ടിഫിക്കറ്റിൻ്റെ ഫോർമാറ്റ് ഇതാണ്. നമ്പർ, SSLC രജിസ്ട്രേഷൻ നമ്പർ, NCC റെജിമെൻ്റൽ നമ്പർ, റാങ്ക്, നെയിം, അറ്റൻഡൻസ്, ഡീറ്റെയിൽസ് ഓഫ് ക്യാമ്പ്സ്, സ്കൂൾ ആൻഡ് സ്കൂൾ കോഡ് ആൻഡ് DO. അടുത്തതായി 20 മാർക്സ്, 20 മാർക്കിന് അവകാശമുള്ള കേഡറ്റ്സ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. 75% ഓർ എബവ് അറ്റൻഡൻസ്. ഇൻസ്റ്റിറ്റ്യൂഷണൽ ട്രെയിനിങ്ങിൽ സ്കൂളിൽ വെച്ച് നടന്നിട്ടുള്ള പരേഡ്സിൽ 75% അതിൽ മുകളിലോ അറ്റൻഡൻസ് ലഭിച്ചിട്ടുള്ള കേഡറ്റ്സിന് 20% മാർക്കിന് അവകാശമുണ്ട്. അതിനായി സമർപ്പിക്കേണ്ട ഡോക്യുമെൻറ്റ്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഡോക്യുമെൻറ്റ്സ് ടു ബി സബ്മിറ്റഡ് ബൈ ദി ANOs ടു ദി ബറ്റാലിയൻ. 1 copy of a report of grace mark entry from iExam. iExamൽ നിന്ന് ലഭിക്കുന്ന ഗ്രേസ് മാർക്ക് എൻട്രിയുടെ ഒരു കോപ്പി.
നോമിനൽ റോൾ കം അറ്റൻഡൻസ് സർട്ടിഫിക്കറ്റ് ഇൻ SSLC രജിസ്റ്റർ നമ്പർ ഓർഡർ. SSLC രജിസ്റ്റർ നമ്പറിൻ്റെ ഓർഡറിൽ ക്രമാനുഗതമായി ഉള്ള നോമിനൽ റോളാണ് സമർപ്പിക്കേണ്ടത്. അതുപോലെ തന്നെ കോപ്പി ഓഫ് ഹാൾ ടിക്കറ്റ് അറ്റസ്റ്റഡ് ബൈ HM അറ്റസ്റ്റ് ചെയ്തിട്ടുള്ള ഹാൾ ടിക്കറ്റിൻ്റെ ഒരു കോപ്പിയും നൽകേണ്ടതുണ്ട്. ഇവിടെയും നോമിനൽ റോൾ കം അറ്റൻഡൻസ് സർട്ടിഫിക്കറ്റിൻ്റെ ഫോമാറ്റ് മുൻപ് കാണിച്ചിട്ടുള്ളതുപോലെ തന്നെയാണ്. നമ്പർ, SSLC രജിസ്ട്രേഷൻ നമ്പർ, NCC റെജിമെൻ്റൽ നമ്പർ, റാങ്ക്, നെയിം, അറ്റൻഡൻസ്, ഡീറ്റെയിൽസ് ഓഫ് ക്യാമ്പ്, സ്കൂൾ ആൻഡ് സ്കൂൾ കോഡ്, DEO. ഇനി ഈ 3 കാര്യങ്ങൾക്കും, അതായത് 40 മാർക്കിനും 30 മാർക്കിനും 20 മാർക്കിനും 2 സെറ്റ് ഡോക്യുമെൻറ്റ്സ് വേണം നൽകാൻ. ഒരു സെറ്റ് ഫോർ ബറ്റാലിയൻ, 1 സെറ്റ് ഫോർ ബറ്റാലിയൻ, 1 സെറ്റ് ഫോർ DDE. ഓരോ ഡോക്യുമെൻറ്റിൻ്റെയും 2 കോപ്പി വീതം നൽകേണ്ടതുണ്ട്. ഇനി ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, NCCക്കുള്ള ഗ്രേസ് മാർക്കുകളുടെ കമ്പ്യൂട്ടർ പ്രിൻ്റ് ഔട്ട് വെവ്വേറെ എടുത്ത് ANO, HM എന്നിവർ ഒപ്പിട്ട ശേഷം പേരിൻ്റെ അവസാന ഭാഗത്ത് ടിക്ക് മാർക്ക് ചെയ്യാതെ അതാത് കമാൻഡിംഗ് ബറ്റാലിയൻ ഓഫീസിൽ കൈമാറേണ്ടതാണ്. ബറ്റാലിയൻ ഓഫീസർ പ്രിൻ്റ് ഔട്ടിലെ ഓരോ പേരിൻ്റെയും അവസാന ഭാഗത്ത് ടിക്ക് മാർക്ക് ചെയ്ത ശേഷം 12/4/2024 മുമ്പായി പ്രിൻ്റ് ഔട്ട് അതാത് ഡെപ്യൂട്ടി ഡയറക്ടർ ഓഫീസുകളിൽ സമർപ്പിക്കേണ്ടതാണ്. ഇതാണ് SSLC NCCയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഗ്രേസ് മാർക്കിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ജയ് ഹിന്ദ്.